ഫോർഗീവ്നെസ് മെഡിറ്റേഷനിലേക്ക് സ്വാഗതം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കാത്തതിൻ്റെ പ്രധാന കാരണം നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചില വേദനകളോ ദേഷ്യങ്ങളോ കുറ്റബോധങ്ങളോ ഒക്കെ ആകാം. ഇത് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ ചിലപ്പോൾ നമുക്ക് സാധിച്ചെന്ന് വരില്ല. എന്നാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിൽ ഇതൊരു എനർജി ബ്ലോക്ക് സൃഷ്ടിക്കുന്നുണ്ട്. ഈ എനർജി ബ്ലോക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഹീൽഡ് ആയ ഫോക്കസ് ആയ നമ്മളെ വളർത്തിക്കൊണ്ടുവരാൻ എളുപ്പത്തിൽ സാധിക്കും. അതിനുള്ള ഏറ്റവും പ്രായോഗികമായിട്ടുള്ള ഒരു മാർഗമാണ് ഫോർഗീവ്നെസ് പ്രാക്ടീസ്. നിങ്ങളുടെ അനുഭവങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊള്ളാനും പേഴ്സണൽ ഗ്രോത്തിനും ഇന്നർ പീസ് വളർത്തിയെടുക്കാനും സെൽഫ് ഫോർഗീവ്നെസ് നിങ്ങളെ സഹായിക്കുന്നു. ശ്രീബുദ്ധൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, യു വിൽ നോട്ട് ബി പണിഷ്ഡ് ഫോർ യുവർ ആങ്കർ, യു വിൽ ബി പണിഷ്ഡ് ബൈ യുവർ ആങ്കർ. അതുകൊണ്ട് ദേഷ്യത്തെയും വേദനകളെയും കുറ്റബോധങ്ങളെയും ലെറ്റ് ഗോ ചെയ്തുകൊണ്ട് നമുക്ക് വളരാം. നമുക്ക് ഫോർഗീവ്നെസ് മെഡിറ്റേഷൻ ആരംഭിക്കാം. ഫോർഗീവ്നെസ് മെഡിറ്റേഷൻ ചെയ്യുന്നതിനായി അനുയോജ്യമായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. കണ്ണുകൾ അടച്ച് ദീർഘശ്വാസം അകത്തേക്കെടുക്കുക. പതിയെ വായിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇത്തരത്തിൽ അല്പസമയം ബ്രീത്തിങ് ചെയ്യുക. ഓരോ ശ്വാസനിശ്വാസത്തിനോടൊപ്പം ശരീരം റിലാക്സ് ചെയ്യുന്നതിനായി അനുവദിക്കുക. നിങ്ങളുടെ മൂക്കിലൂടെ ശ്വാസത്തെ ഉള്ളിലേക്കെടുക്കുക. ശ്വാസത്തെ ലങ്സിൽ 2 സെക്കൻഡ്സ് തങ്ങി നിൽക്കാൻ അനുവദിക്കുക. ശ്വാസത്തെ പതിയെ വായിലൂടെ പുറത്തേക്ക് വിടുക. നിങ്ങളുടെ അവയർനെസ് പ്രസന്റ് മൊമെന്റിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾക്ക് ചുറ്റും എന്തെങ്കിലും ശബ്ദങ്ങൾ ഉണ്ടെങ്കിൽ ആ ശബ്ദത്തെ ശ്രവിക്കുക. നിങ്ങളുടെ ശ്വാസത്തിൻ്റെ താളത്തെ ശ്രവിക്കുക. ഇപ്പോൾ വരുന്ന ഓരോ ചിന്തകളെയും ജഡ്ജ്മെന്റ് കൂടാതെ പോകുന്നതിനായി അനുവദിക്കുക. പതിയെ ശ്രദ്ധയെ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ഫോക്കസ് ചെയ്യുക. ആഴത്തിൽ ശ്വസിക്കുന്നതിനോടൊപ്പം ശ്രദ്ധയെ ഹാർട്ട് ചക്രയിലേക്ക്, അതായത് നെഞ്ചിൻ്റെ മധ്യഭാഗത്തേക്ക് കൊണ്ടുവരിക. ഹാർട്ട് ചക്രയിൽ ഒരു ചെറിയ വാം ബ്രൈറ്റ് ലൈറ്റ് വിഷ്വലൈസ് ചെയ്യുക. ഓരോ ശ്വസനത്തിലും ഈ ലൈറ്റ് സ്ട്രോങ് ആയും ബ്രൈറ്ററായും വളരുന്നത് കാണുക. അതിൻ്റെ തിളക്കം നിങ്ങളുടെ നെഞ്ചിൻ്റെ മധ്യഭാഗത്ത് നിറയുന്നതായി കാണുക.
നിങ്ങളിലെ ടെൻഷൻ, നെഗറ്റിവിറ്റി, ഗിൽറ്റ്, ആങ്കർ എന്നിവ പുറത്തേക്ക് പോകുന്നതായി വിഷ്വലൈസ് ചെയ്യുക. ആ സ്ഥാനത്ത് ഈ ഹീലിംഗ് ലൈറ്റ് റീപ്ലേസ് ചെയ്യുന്നതായി അനുഭവിക്കുക. നമ്മുടെ വളർച്ചയെ ഒട്ടും സഹായിക്കാത്ത ഒരു ഇമോഷനാണ് ഗിൽറ്റ്. മുന്നോട്ടുള്ള യാത്രയിൽ പലപ്പോഴും അത് നമ്മെ പുറകിൽ നിന്നും വലിക്കും. അതിനാൽ നമുക്ക് ആദ്യം സ്വയം ഫോർഗീവ് ചെയ്യാം. നിങ്ങളുടെ ശ്രദ്ധയെ ഹാർട്ട് ചക്രയിലെ ആ ബ്രൈറ്റ് ലൈറ്റിൽ കൊണ്ടുവരിക. നിങ്ങൾ കൊണ്ടു നടക്കുന്ന കുറ്റബോധമോ സെൽഫ് ബ്ലെയിമോ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരിക. ഈ ഫീലിങ്സിനെ ഒട്ടും ജഡ്ജ്മെന്റ് കൂടാതെ അംഗീകരിക്കുക. ഇനി പറയുന്ന വാചകങ്ങൾ നിശബ്ദതയോടെ സ്വയം ആവർത്തിക്കുക. ഞാൻ എന്നോട് സ്വയം ക്ഷമിക്കുന്നു. ഞാൻ കുറ്റബോധത്തിൽ നിന്നും എന്നെ മോചിപ്പിക്കുകയും എന്നിൽ അനുകമ്പ നിറയ്ക്കുകയും ചെയ്യുന്നു. ഇനി നിങ്ങളുടെ ഹാർട്ട് ചക്രയിലെ ലൈറ്റിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരാം. ആ പ്രകാശം നിങ്ങളുടെ ശരീരമാകെ സെൽഫ് അക്സെപ്റ്റൻസ് കൊണ്ടും സെൽഫ് ഫോർഗീവ്നെസ് കൊണ്ടും നിറയുന്നതായി വിഷ്വലൈസ് ചെയ്യുക. ഇനി നിങ്ങളെ വേദനിപ്പിച്ച അല്ലെങ്കിൽ നിങ്ങളെ ദ്രോഹിച്ച വ്യക്തികളെയോ സാഹചര്യങ്ങളെയോ മനസ്സിൽ കൊണ്ടുവരിക. ഇനി പറയാൻ പോകുന്ന വാചകങ്ങൾ മനസ്സിൽ ആവർത്തിച്ച് പറയുക. നിങ്ങൾ എനിക്ക് വരുത്തിയ ദ്രോഹത്തിന് ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നു. ഈ ഭാരം ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നും ഒഴിവാക്കുന്നു. ഇനി നിങ്ങളുടെ ഹാർട്ട് ചക്രയിലെ ലൈറ്റ് ആ വ്യക്തിയിലേക്ക് സ്നേഹമായി പകർന്നു കൊടുക്കുന്നതായി വിഷ്വലൈസ് ചെയ്യുക. ആ സ്നേഹം പകർന്നു കൊടുക്കുന്നതിലൂടെ നീരസത്തിൻ്റെയും ദേഷ്യത്തിൻ്റെയും ഭാരത്തിൽ നിന്ന് നിങ്ങൾ മോചിതനാകുന്നു. ഒപ്പം നിങ്ങളിൽ ഇന്നർ പീസും സെൽഫ് ഗ്രോത്തും സാധ്യമാകുന്നു. ഫോർഗീവ്നെസ് കൊണ്ടുണ്ടായ ഈ മനസ്സിൻ്റെ ഭാരമില്ലായ്മ ഫീൽ ചെയ്തുകൊണ്ട് കുറച്ച് ഡീപ്പ് ബ്രീത്ത് എടുക്കാം. പതിയെ ഈ പ്രസന്റ് മൊമെന്റിലേക്ക് തിരിച്ചു വരിക. നിങ്ങളിപ്പോൾ ഉള്ള റൂം, നിങ്ങളിരിക്കുന്ന കസേര, ഇവയെല്ലാം മനസ്സുകൊണ്ട് ഒന്ന് അവയർനെസ് കൊടുക്കുക. പതിയെ കണ്ണുകൾ തുറക്കാം.
ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങൾ അനുഭവിച്ച ആ ശാന്തതയും സമാധാനവും നിലനിർത്താം.